നമുക്ക് ഇനി കോഴിക്കോടേക്കൊന്ന് പോകണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ ഗ്രാമപ്രദേശങ്ങളിലെ റോഡിന്റെയും പാലത്തിന്റെയും പണികൾ പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഈ പൊതുമരാമത്ത് വകുപ്പ്. കോഴിക്കോട് പാവങ്ങാട് പുതിയാപ്പ റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും ഉടൻ പണി തുടങ്ങുമെന്നാണ് സർക്കാരിന്റെ പുതിയ വാഗ്ദാനം. പ്രദേശത്ത് CPM-നെതിരെ പ്രദേശവാസികൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതോടെയാണ് ഈ തിരക്കിട്ട നീക്കം. വിവരങ്ങൾ നൽകും അനഘ ഹർഷൻ. അനഘ, ഒരു നാണം കെട്ട തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും. ഗുഡ് മോർണിംഗ് അനഘ. കോഴിക്കോട് ഒരു നാണം കെട്ട തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും. ഒടുവിൽ ഈ CPM-നെതിരെ ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിക്കപ്പെടുന്നു. അതിന്റെ ഭാഗം എന്നോണം എന്തായാലും മുഖം രക്ഷിച്ചല്ലേ പറ്റൂ അനഘ. അതിന്റെ ഭാഗമായാണോ ഈ തിരക്കിട്ട നീക്കം? അശ്വതി, ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇതൊരു മത്സ്യബന്ധന മേഖലയാണ്. ഈ പ്രദേശം വെള്ളയിൽ പുതിയാപ്പ മേഖലയെ ഇവിടുത്തുകാരുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പാലമാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ പാലം. ഈ പാലത്തിന്റെ പണി റെയിൽവേ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. അതായത് ഒരു 13 വർഷക്കാലമായി ഈ പാലം, ഒന്നും രണ്ടും ഒന്നുമല്ല, 13 വർഷക്കാലമായി ഈ മേൽപ്പാലം ഇങ്ങനെ എയറിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരെ സംബന്ധിച്ച് മറുഭാഗത്തേക്ക് എത്തുക എന്നുള്ളത് കിലോമീറ്ററുകൾ ചുറ്റി വളഞ്ഞു വേണം മറുഭാഗത്തേക്ക് എത്താൻ എന്നുള്ളതാണ്. റെയിൽവേ കേന്ദ്ര സർക്കാർ അവരുടെ പണി കൃത്യമായി തന്നെ പൂർത്തിയാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അവരുടെ പണി കൃത്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ വലിയ പരാതി എന്നുള്ളത്. കാരണം 13 വർഷമായി ഈ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ഇവിടുത്തെ കോർപ്പറേഷനോ പൊതുമരാമത്ത് വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പാലം ഇങ്ങനെ 13 വർഷമായിട്ട് നിങ്ങളിങ്ങനെ 11 വർഷക്കാലം നിങ്ങളിങ്ങനെ എയറിൽ കാണുകയാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇത് കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിൽ എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഒന്നുകിൽ കോയാറോട് കൂടി വരണം, അല്ലെങ്കിൽ ബംഗാളിൽ കൂടി മേൽപ്പാലം കയറി വരണം. എന്ത് വന്നാലും, അതായത് ഒരു രോഗിനെ കൊണ്ടുപോകണമെങ്കിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇഷ്ടംപോലെ ധർണകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പം പറയുന്നുണ്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ ടെൻഡർ കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ പറയാന്നല്ലാണ്ട് ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് തടസ്സം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ ഇത് വരൂല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ വരില്ല. കാരണം എന്തുകൊണ്ടായിരിക്കും? കാരണം ഇത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിന് മേൽപ്പാലത്തിന് ശിലാപാലകം വെച്ചതും, പിന്നെ രാഘവൻ MP-ന്റെ ശ്രമഫലമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഇത്രയും വർഷമായിട്ട്. ഇതിന് ശേഷം എത്രയോ മേൽപ്പാലങ്ങൾ ഈ ഭരണകാലത്ത് വന്നിട്ടുണ്ട്, എത്രയോ മേൽപ്പാലങ്ങളെ പണി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഇങ്ങനെ കിടക്കുക. അത് അവർ തിരക്കിലിട്ട് അവർ തന്നെ ചെയ്തു. അത് തന്നെയാണ് അശ്വതി ഇവർ പറയുന്നത്. ഇത് ഈ സർക്കാരിന്റെ കാലത്ത് ഇത് നടപ്പിലാകില്ല എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് CPM-നെതിരെ ഒരു വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം CPM-ന്റെ ഭരണകാലത്ത് ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഒന്നാമത് ഇവിടുത്തെ എത്ര ഇതേപോലത്തെ നാറിയ ഭരണം നേരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവരടിച്ചോടിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു ഇവിടെ. ഇവരെ കൊണ്ട് ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിയൂല. എല്ലാ ലോക അഴിമതിയും സുജനപക്ഷപാതവും ആളുകളുടെ ഉള്ളിൽ കൂടെ കയറ്റി പോകണ പരിപാടി അവരെല്ലാം ചെയ്യണേ. അതുകൊണ്ട് ഇവരിവിടെ വെച്ച് നിർത്തിക്കാനുള്ള ഇവർ കയ്യിലെതിരെ പരിക്കേണ്ട ആവശ്യമോ? തട്ടുമുടിക്കല്ലേ. അതുപോലെ തന്നെയാണ് ഈ പാലത്തിന്റെ പണിയും അങ്ങനെ വൈകുന്നത്. പാലത്തിന്റെ പണിയൊക്കെ തന്നെ എല്ലാ അഴിമതിയാണ്, ലോക അഴിമതിയാണ്. ഇതിന് കൂടെ ഒന്നും പറയാൻ എനിക്കില്ല. ഇവരെവിടെ എങ്ങനെ അടിച്ചോടിച്ച് മാറ്റണോ? അത് തന്നെയാണ്. ശക്തമായ പ്രതിഷേധത്തിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുള്ളത് എന്നുള്ളതാണ്. ഈ പ്രദേശത്തെ മറ്റൊരു നാട്ടുകാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇനിയെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് ഈ പാലം, ഈ അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാകുമെന്നുള്ളത്? പ്രതീക്ഷയാണ്. ഇത് എന്നല്ലേ നമുക്കൊരു യാത്ര ആശ്വാസം കിട്ടുള്ളൂ. അത് തന്നെയാണ് അശ്വതി ഈ നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലം ഈ പാലം ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. ഇനിയെങ്കിലും ഈ പ്രദേശത്തെ ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാനുള്ള ശ്രമമെങ്കിലും കോർപ്പറേഷന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് എത്രയും വേഗം ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് ഈ പ്രദേശത്തെ സ്ഥലം ഏറ്റെടുക്കാനുള്ള കാലതാമസമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഓരോ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് കൃത്യമായി ഉടൻ തന്നെ ഈ പാലത്തിന്റെ പണി തുടങ്ങുമെന്നായിരുന്നു. പക്ഷെ അപ്പോഴും തുടങ്ങിയില്ല എന്നുള്ളതാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ടെൻഡർ നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പാലത്തിന്റെ പണി പൂർത്തിയാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിന്റെ ഈ ഉറപ്പ് അത് ഒട്ടും വിശ്വാസത്തിൽ എടുക്കുന്നില്ല ഈ പ്രദേശത്തെ നാട്ടുകാർ എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രദേശത്തെ പലയിടങ്ങളിലും ഈ CPM-നെതിരെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. അശ്വതി. ശരി അനഘ, കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും അനഘ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത കാണുമ്പോൾ ഒരു കവിയുടെ വരികൾ ഓർമ്മ വരികയാണ്. അത് പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ത്രമല്ല. കോഴിക്കോട് അവിടുത്തെ മേൽപ്പാലത്തിന്റെ പണി 11 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. അവിടുത്തെ മേൽപ്പാലം എയറിലാണെന്നാണ് അനഘ പറയുന്നത്. മേൽപ്പാലം മാത്രമല്ല, ഇവിടുത്തെ സംസ്ഥാന സർക്കാരും അവിടുത്തെ CPM പ്രവർത്തകരും ഒക്കെ എയറിലാണ്.